പാലക്കാട് നമുക്കറിയാം, രാഷ്ട്രീയ കേരളത്തിൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് ആര് മത്സരിക്കും എന്നുള്ളതിൽ ഇപ്പോൾ വ്യക്തത പൂർണ്ണമായും വന്നിട്ടില്ലെങ്കിലും അവിടെ അഖിൽ മാരാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പാലക്കാട് രാഹുൽ വരുമോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ അഖിൽ മാരാർ വരും എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ അഖിൽ മാരാർ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വിജയം സുനിശ്ചിതം എന്ന് പറയാൻ സാധിക്കുമോ? ട്രെൻഡ് അനുകൂലമാകുകയാണെങ്കിൽ നമ്മുടെ അഖിൽ മാരാർ മാത്രമല്ല UDF-ന്റെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്നത്. നോക്കൂ, പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് കഴിഞ്ഞ കാല രാഷ്ട്രീയ ചരിത്രങ്ങളിൽ വലിയ ഏടുള്ള ഒരു മണ്ണാണ് പാലക്കാടൻ മണ്ണെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ സമകാലികമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, സരിൻ, അതേപോലെ പ്രശാന്ത് ശിവനെ പോലുള്ള PM മാർഷയെ പോലുള്ള ഒരുപാട് ബഹുമുഖ പ്രതിഭകൾ അവിടെ നിന്ന് പാലക്കാട് നിന്നുണ്ട്. പാലക്കാട് പക്ഷേ ഇപ്പോൾ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർജിയുടെ പേര് വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അഖിൽ മാരാറിന്റെ പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ അഖിൽ മാരാറായിരിക്കും പാലക്കാട് സ്ഥാനാർത്ഥിയായി എത്തുക. അദ്ദേഹത്തിന് അവിടെ അക്കോമഡേഷൻ നൽകാനായിട്ട് UDF-നുള്ളിൽ കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്കുള്ളിൽ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, സൂചനകൾ. കനകൂലു ടീമിനും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം പോകുന്ന സാധ്യതയിലേക്ക് ഷാഫിയെ മുൻനിർത്തിക്കൊണ്ട് അഖിൽ മാരാരെ വിജയിപ്പിച്ചെടുക്കാനുള്ള സാധ്യതകൾ അവിടെ കാണുന്നുണ്ട്. അതേപോലെ കനകൂലു ടീം പറയുന്നതാണല്ലോ ഇപ്പോൾ UDF കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ നോക്കൂ, അദ്ദേഹത്തിന് എന്താണ് ഒരു കുഴപ്പം? അഖിൽ മാരാറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഏതൊരു വിഷയവും പൊതുജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഏതൊരു വിഷയത്തിലും തന്റേതായ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമുക്കറിയാം, ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്റ്റാർ സ്ഥാനാർത്ഥികളും അതുപോലെ പൊതുജനങ്ങൾക്ക് അറിയുന്ന പല മുഖങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്, പല സർപ്രൈസ് സ്ഥാനാർത്ഥികളും വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൽ അഖിൽ മാരാർ എന്നൊരു പേര് ഉയർന്നു കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ പിഷാരടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ പിഷാരടി ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥിയായി ആസിഫ് അലി വരാൻ സാധ്യതയുണ്ട്, BJP സ്ഥാനാർത്ഥി ഉണ്ണിമുകുന്ദൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റേതായ നിലപാടുകളും അദ്ദേഹത്തിന്റേതായ തീരുമാനങ്ങളും കൃത്യമായി പറയുന്ന, ബിഗ് ബോസിൽ വിന്നറായി വന്നിരുന്നു എന്നതിനേക്കാൾ അദ്ദേഹം പറയുന്ന പൊളിറ്റിക്സ്, അദ്ദേഹം പറയുന്ന കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം കോട്ടാത്തല എനിക്ക് സംഭവം ശരിയാണെങ്കിൽ നമ്മുടെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള രോഹിത്തിന്റെ നാട്ടുകാരനാണ് അദ്ദേഹം. വളരെ കഷ്ടപ്പാടിൽ നിന്നും പൊതുപ്രവർത്തനം നടത്തി കയറി വരികയും താൻ ചെയ്ത ആദ്യത്തെ സിനിമയിലൂടെ കൃത്യമായ പൊളിറ്റിക്സ് പറയുകയും ജനങ്ങൾ നേരിടുന്ന ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയും ഗവേണൻസിനെ പറ്റിയും ഉള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ചിത്രം കണ്ടതാണ്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് അതിൽ ചിത്രം എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം നൽകുന്ന സന്ദേശം അത് റിലയബിലിറ്റി ഉള്ളതാണ്, സമകാലിക കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം ബിഗ് ബോസിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഒരുപാട് ഫാൻസിനെ വരുന്നു. നോക്കൂ, ഒരു സോ കോൾഡ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് മാത്രമല്ല അഖിൽ മാരാർ എന്നത്. എല്ലാ വിഷയങ്ങളെ പറ്റിയും കൃത്യമായി കാഴ്ചപ്പാടുകളും അതിനെപ്പറ്റി പ്രതികരിക്കുകയും സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുകയും ഒരു കാലഘട്ടത്തിൽ ചാനൽ ചർച്ചകൾ സജീവ സാന്നിധ്യമായിരുന്നു. അതേപോലെ അഖിൽ സർക്കാസ്റ്റിക്കായി കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, കോൺഗ്രസിന് അദ്ദേഹത്തെ പരിഗണിക്കുക ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പട്ടികയിലായിരിക്കും. ഇപ്പോൾ 50% സംവരണം അല്ല 50%-ഓളം പേർ യുവാക്കളും സ്ത്രീകളുമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും സിനിമാക്കാരെയും ഒക്കെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു സോഷ്യൽ മീഡിയ കാറ്റഗറിയിലായിരിക്കണം പരിഗണിക്കുക. അപ്പോൾ അത്തരത്തിലൊരു പരിഗണന പാലക്കാടേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ജയിച്ച് കയറാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ആരാണെങ്കിലും ഷാഫി പറമ്പിലായിരിക്കും അവിടെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടം മാറുകയാണെങ്കിൽ കൃത്യമായി അവിടേക്ക് വരുന്ന അഖിൽ മാരാർക്ക് വലിയ സാധ്യതകളുണ്ട്. അദ്ദേഹത്തിന് പാലക്കാടല്ലാതെ കൊല്ലം ജില്ലയിലെ മറ്റ് സീറ്റുകളും ഇതേപോലെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ കോൺഗ്രസ് തന്നെ പറയേണ്ടതാണ്. അതായത് നോക്കൂ, അഖിൽ മാരാരെ പോലെ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ BJP-ക്ക് വരുന്നത് പോലെ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ ക്ലാസും മാസും അതേപോലെ തന്നെ എല്ലാം കൂടെ മിക്സായ തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും. മാത്രമല്ല, ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ കൃത്യമായി എങ്ങനെ വിജയിക്കാം എന്നുള്ള സ്ട്രാറ്റജി ഇദ്ദേഹത്തിന് ഉണ്ടാകും. ബിഗ് ബോസിലെ വലിയ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നല്ലോ. അതെ, കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിന്റെ വിജയത്തെക്കാൾ കൂടുതൽ അഖിൽ മാരാറിന്റെ വിജയത്തിന് ഇന്നും ഇത്രയും അതിനുശേഷം പല സീസണുകൾ കഴിഞ്ഞു പോയിട്ടും ജനങ്ങൾ എന്നും അദ്ദേഹത്തിന്റെ ഒരു വിജയ സാധ്യതയും അദ്ദേഹം വിജയിക്കാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി, ജനങ്ങളുടെ പൾസ് അറിയാം. ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് എവിടെ സംസാരിച്ചാൽ ഏത് കാര്യത്തിൽ കൃത്യമായി
ജനങ്ങളിൽ നിന്ന് ഇൻപുട്ട് വരുമെന്നുള്ള റിയാക്ഷൻസ് വരുമെന്നുള്ള കാര്യങ്ങൾ അറിയാവുന്ന അത് നോക്കൂ, അദ്ദേഹം പെട്ടെന്ന് സ്റ്റാർ ആയതോ പെട്ടെന്ന് ഫെയിമിലേക്ക് എത്തിയതോ ഇല്ല. സാധാരണപ്പെട്ട ഒരു യുവാവിനെ പോലെ അദ്ദേഹം, ഞാനത് ഫോട്ടോകളിലൊക്കെ ദൃശ്യമാകുന്നത് പോലെ അദ്ദേഹം മാങ്ങ കച്ചവടവും അങ്ങനെ പല പല ബിസിനസ്സുകൾ ചെയ്ത് പൊട്ടി തകർച്ചയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വളർന്നു വന്ന് അവിടെ നിന്ന് ഒരു സിനിമ എനിക്കൊന്ന് ഏടിയാണെന്ന് തോന്നുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായി അവിടെ നിന്ന് സിനിമ സംവിധാനം ചെയ്യുന്നു. അതിൽ നിന്ന് സമകാലികമായ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അതിൽ പ്രസംഗിക്കുന്നു, അതിൽ വാഗ്വാദങ്ങൾ നടത്തുന്നു, സംവാദങ്ങൾ നടത്തിക്കൊണ്ട് മെയിൻ സ്ട്രീം മീഡിയകളിലേക്ക് വരുന്നു. അവിടെ നിന്ന് ബിഗ് ബോസിൻ്റെ ഒരു കണ്ടസ്റ്റൻ്റായി ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വേറൊരു തലത്തിലേക്ക് മാറുന്നു. അപ്പോൾ അത് തന്നെ ആയിരിക്കാം ആൾക്കാരിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കാം കോൺഗ്രസ് അഖിൽ മാരാരുടെ പേര് പാലക്കാട് പരിഗണിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അദ്ദേഹം മത്സരിച്ചാലും വിജയം ഏതാണ് സുനിശ്ചിതമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പാലക്കാട് ഇപ്പോൾ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും UDF-ൽ നിന്ന് ആര് മത്സരിച്ചാലും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആര് മത്സരിച്ചാലും ട്രെൻഡിന്റെ അനുകൂലമാണെങ്കിൽ അതാണ് UDF-ന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു. ആരെ നിർത്തിയാലും വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ, ഇനിയിപ്പോൾ രാഹുലിന് പകരം ഈ പറയുന്ന അഖിൽ മാരാറിന്റെ പേരുകൾ കുറെ നാളുകൾ ഇനി ഉയർന്നു കേൾക്കുമോ, പല മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുമോ എന്നുള്ളതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പോട് അടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അങ്ങനെയാണല്ലോ, നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ലൊരു നേതാവാകാൻ സാധിക്കുന്ന ഫേസ് വാല്യൂ ഉള്ള പലർക്കെതിരെയും പല രീതിയിലുള്ള വിമർശനങ്ങളും പല രീതിയിലുള്ള അധിക്ഷേപങ്ങളും ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അഖിൽ മാരാർക്കെതിരെ ഇനി എന്തെങ്കിലും ഇത്തരത്തിൽ വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹം ഒരു നല്ലൊരു നേതാവായിരിക്കും എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പൂർണ്ണമായും സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും എന്തായാലും അഖിൽ മാരാറാണ് വരുന്നത് എന്നാണ് ഇതുവരെ അറിയാൻ സാധിക്കുന്നത്. അല്ല, അഖിൽ മാരാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് അങ്ങോട്ട് സമീപിക്കുകയോ അദ്ദേഹം ഇതിലൊരു സ്ഥിരീകരണം പറയുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, ഇവിടെ നമ്മൾ പാലക്കാടെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഒരു സ്ത്രീ വിഷയമായിരുന്നുവെങ്കിൽ അഖിൽ മാരാറിനെ കുറിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി അഖിൽ മാരാർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു, ഞാൻ ഈ സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് ഒരുപാട് അല്ലെങ്കിൽ അദ്ദേഹം എല്ലാ വിഷയത്തിലും പ്രതികരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള മറ്റുള്ള ആൾക്കാർ അദ്ദേഹത്തിനെതിരെ ഇത്തരമുള്ള പ്രതികരണവുമായി മുന്നോട്ട് വരുന്നത് കാണുന്നുണ്ട്. സോഷ്യലി ഇന്ററാക്റ്റീവ് പേഴ്സൺ ആണ് അഖിൽ മാരാർ എന്നുള്ളതാണ് പ്ലസ് ആയിട്ട് കാണുന്നത്. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന് കണ്ടുകൊണ്ടായിരിക്കണമല്ലോ കോൺഗ്രസിന്റെ നേതാക്കൾ അദ്ദേഹത്തെ പരിഗണനാ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നത്.